ഒന്ന് ലിസൺ ചെയ്യാവോ? നമുക്ക് ഏതായാലും ലഞ്ച് ബ്രേക്കിലേക്ക് മൂവ് ചെയ്യുന്നതിന് മുമ്പ് ചെറുതായിട്ടൊരു സോങ് പ്ലേ ചെയ്യാം. Under the blazing sun's bright banner reigns the king with a mane so grand, ruler by nature's own command. നേരത്തെ നമ്മൾ ഒരു പോയട്രിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു. അപ്പോഴേക്കും സംതിങ് ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, കാരണം ഇത് ഇപ്പോൾ ഞാൻ തന്നെ കമ്പോസ് ചെയ്ത സോങ് ആണ്. ആൻഡ് വിത്ത് ആൻ AI നമുക്ക് കമ്പോസ് ചെയ്യാം. കാരണം എവറിത്തിങ് പോസിബിൾ ആണ് എന്ന് പറഞ്ഞപ്പോഴേക്കും ഏതായാലും, കാരണം കുറച്ചധികം പേർക്ക് എന്താണ് പെയ്ഡ് ടൂൾസ് ഇല്ല എന്ന് പറഞ്ഞ് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ ഇരിക്കുകയാണ്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി ലഞ്ച് ബ്രേക്ക് കഴിയുമ്പോഴേക്കും ജസ്റ്റ് AI ടൂള് കൊണ്ട് നമുക്ക് മ്യൂസിക് കമ്പോസ് ചെയ്ത് തുടങ്ങാം. ഒന്ന് സ്ക്രീൻ കണക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇത്തരത്തിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമുക്ക് പെയ്ഡ് ആയിട്ടുള്ള കുറേ അധികം സർവീസുകൾ യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ അൺപെയ്ഡ് ആയിട്ട് ഇല്ലെങ്കിൽ ട്രയലുകൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഡിസ്കോഡ് സെർവറിലാണ്. അപ്പോൾ ഡിസ്കോഡ് എന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ മൊബൈൽ ആപ്പ് ഇല്ലാന്നുണ്ടെങ്കിൽ വെബിൽ നിന്ന് ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ യൂസ് ചെയ്യാത്തവർ ഉണ്ടെങ്കിൽ ഡിസ്കോഡിൻ്റെ സെർവർ ഒന്ന് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് അതിനകത്തേക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സിമിലർലി ഇതാണ് എൻ്റെ ഡിസ്കോഡ് സെർവർ. അപ്പോൾ ഞാനിപ്പോൾ ChatGPT കൊണ്ട് തന്നെ ഒരു ലൈനിനെ കുറിച്ചൊരു പാട്ട് എഴുതിച്ചു. അതിനുശേഷം ഇപ്പോൾ കമ്പോസ് ചെയ്തതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാട്ടിൻ്റെ വരികൾ ഞാൻ ഇവിടെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുത്തപ്പോഴേക്കും എനിക്ക് 2 ട്യൂണാണ് ജനറേറ്റ് ചെയ്ത് തന്നത്. അതിലൊരു പാട്ടാണ് ഇപ്പം പ്ലേ ചെയ്തത്. ഇത് കാണിച്ചത് നമുക്ക് വോയിസിൽ ഉൾപ്പെടെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തമായി ട്യൂണുകൾ, ഇപ്പം ഗിറ്റാർ, നിങ്ങൾക്ക് സ്വന്തമായിട്ട് മ്യൂസിക് ചെയ്യണമെങ്കിൽ വിത്തൗട്ട് എനി ഇൻസ്ട്രുമെൻറ്റ് നിങ്ങൾക്ക് തന്നെ എവരിത്തിങ് ട്യൂൺ ചെയ്യാൻ പറ്റും. സോ നമുക്ക് അടുത്തൊരു സെറ്റ് ഓഫ് ഫ്രീ ടൂൾസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. കാരണം വളരെ ലിമിറ്റഡ് ടൈം ആയിരിക്കും അടുത്തൊരു സെക്ഷനിലേക്ക് കയറുന്നതിന് മുമ്പ്. അതുകൊണ്ട് തന്നെ ഈ ലഞ്ച് ബ്രേക്കിൽ നമുക്ക് ഈ ഡിസ്കോഡ് കൂടി ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. മൊബൈലിലാണെങ്കിലും ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ വളരെ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ആ ഒരു പർപ്പസും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഇതുപോലുള്ള കുറച്ചധികം ഫണ്ണി ഇവൻറ്റ്സ്, അതിനോടൊപ്പം പെയ്ഡ് ടൂൾസ് ആയതുകൊണ്ട് തന്നെ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ഇവിടെ തന്നെ ഓൾറെഡി ഞാൻ പല സെർവറിലായിട്ട് ഫ്രീ ആയിട്ടുള്ള പല ഇമേജസും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. മിഡ് ജേണി അല്ലെങ്കിൽ സ്റ്റേബിൾ ഡിഫ്യൂഷൻ്റെ ബോട്ടുകളുണ്ട്. അവിടെ നമ്മൾക്ക് വേണ്ടുന്ന ഓരോ ഇമേജും നമുക്ക് വേണ്ടുന്ന രീതിയിൽ ജനറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൽ തന്നെയും പെയ്ഡ് ടൂൾസ് ഉണ്ട് ആൻഡ് ഫ്രീ ടൂൾസ് ഉണ്ട്. അപ്പോൾ അതെല്ലാം നമുക്കൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ആ ഒരു ലഞ്ച് ബ്രേക്ക് ടൈം ആയതുകൊണ്ടാണ് ഡിലേ എടുക്കുന്നത്, അടുത്തൊരു ടോപ്പിക്കിലേക്ക് കയറാതെ. Under the blazing sun's bright banner reigns the king with a mane so grand, ruler by nature's own command. And ഇത് നിങ്ങൾക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ വീണ്ടും ക്ലിക്ക് ചെയ്യാം. നമുക്ക് വീണ്ടും അടുത്ത ട്യൂണുകൾ ജനറേറ്റ് ചെയ്യാം. ഇതിൽ വരികൾ ഞാൻ ChatGPT-യിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. വീണ്ടും സബ്മിറ്റ് ചെയ്യുന്നു. ഇറ്റ് വിൽ ജനറേറ്റ് അനദർ മ്യൂസിക്. നമുക്ക് ഇഷ്ടപ്പെടുന്ന അവിടം വരെ നമുക്ക് കൊടുത്തുകൊണ്ടേയിരിക്കാം. ഞാൻ ഇതുവരെ 4 എണ്ണം ജനറേറ്റ് ചെയ്തു. ഈ ടൂൾസ് നോക്കണ്ട, നമുക്കത് ലഞ്ച് ബ്രേക്കിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. ജസ്റ്റ് ഡിസ്കോഡ് സെർവർ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം.
begins to play. A melody so sweet, like a gentle sway. ഇത്തരം ജനറേറ്റ് ചെയ്യുന്ന സോങ്ങുകളുടെ എല്ലാം കോപ്പി റൈറ്റ് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും, ഇല്ലെങ്കിൽ മ്യൂസിക്കിന്റെ റൈറ്റ് നിങ്ങൾക്ക് തന്നെ ആയിരിക്കും, കമ്പനിക്ക് പോലും ആയിരിക്കില്ല. ഇവിടെ ചോദ്യം നിങ്ങൾക്ക് ആരാവണമെന്നുള്ളതാണ്. പോയറ്റ് ആവാം, മ്യൂസീഷ്യൻ ആവാം, എന്ത് തന്നെ ആവാം. ഏതൊക്കെ ടൂൾസിന്റെ പേര് നിങ്ങൾക്ക് അറിയുന്നു എന്നുള്ളത് മാത്രമാണ് ചോദ്യം. ആൻഡ് ഇതേ സാധനങ്ങൾ തന്നെ നമുക്ക് KDPയിൽ ഉൾപ്പെടെ ആമസോണിൻ്റെ നമുക്ക് സെല്ല് ചെയ്യാനിടാം. ഞാൻ ട്രൈ ചെയ്തിട്ട് 1-2 കളറിംഗ് ബുക്സ് ഡെവലപ്പ് ചെയ്തിടുന്നുണ്ട്. അതൊക്കെ ആൾക്കാർ ഓൾറെഡി ധാരാളം ഇടുന്ന ടോപ്പിക്സ് ആണ്. അതിനോടൊപ്പം സ്റ്റോറി ബുക്സ്, ഹിസ്റ്ററി, ഇല്ലെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് ഇറങ്ങുന്ന ഒരു ബുക്ക് അതെടുക്കുന്നു, ഡൗൺലോഡ് ചെയ്യുന്നു, അതിൻ്റെ റിവ്യൂ ഞാൻ എങ്ങനെ ചെയ്യും, അതിനുവേണ്ടി ഞാൻ എന്നെ തന്നെ ChatGPTയിൽ ട്രെയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം ഞാൻ ഓൾറെഡി ഒരു ബുക്ക് അപ്ലോഡ് ചെയ്തു, അതിനുശേഷം ഞാൻ അതിനെ റിവ്യൂ ചെയ്താൽ എങ്ങനെയായിരിക്കും എന്ന് GPTയുടെ അടുത്ത് പറഞ്ഞു കൊടുത്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അവിടെ എൻ്റെ ക്യാരക്ടറെ തന്നെ ക്ലോൺ ചെയ്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം മറ്റ് ബുക്കുകൾ അപ്ലോഡ് ചെയ്ത് എങ്ങനെയാണെന്നുള്ള ക്ലാരിറ്റി. ഓക്കെ, then we can go for a lunch. Hello everyone, shall we start? ഓക്കെ, നമുക്ക് ആഫ്റ്റർനൂൺ സെക്ഷൻസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതുവരെ നമ്മൾ കുറച്ചധികം ടോപ്പിക്സ് കവർ ചെയ്തു. നമ്മൾ ചാറ്റ് ചെയ്തു, ഇമേജുകൾ ജനറേറ്റ് ചെയ്തു, പാട്ടുകൾ ജനറേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ഓപ്ഷൻ നമ്മൾ കണ്ടു. ആൻഡ് ദ മെയിൻ തിങ്, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് വരുന്നത് പ്രസന്റേഷൻ ആണ്. ആൻഡ് AI ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വിത്തിൻ എ ഷോർട്ട് ടൈം പ്രസന്റേഷൻസ് ജനറേറ്റ് ചെയ്യാം. ആൻഡ് അവിടെയും നമ്മൾക്ക് ഈ പറഞ്ഞ കണക്ക് പ്രീമിയം ഉള്ള പെയ്ഡ് ടൂൾസും ഉണ്ട്, അറ്റ് ദ സെയിം ടൈം ഫ്രീ ടൂൾസും ഉണ്ട്. ആൻഡ് വിത്ത് ദിസ് ChatGPT നമുക്ക് എല്ലാവർക്കും തന്നെ പ്രസന്റേഷൻസ് ജനറേറ്റ് ചെയ്യാനും പറ്റും. അവിടെ ഞാൻ 1-2 ഓപ്ഷൻസ് ഓൾറെഡി ഓൺ ആക്കി ഇട്ടിട്ടുണ്ട്. നമുക്ക് അതിൽ പ്രസന്റേഷൻസ് ഒന്ന് ജനറേറ്റ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ app.ru
artoslide.ai എന്ന് പറയുന്ന ഓപ്ഷൻസ് ജനറേറ്റ് എടുക്കാന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഒരു ലൈവ് ഡെമോ നോക്കിക്കൊണ്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇവിടെ വീണ്ടും ഇന്ന് കുറച്ചധികം കൺഫ്യൂഷൻസ് ആൾക്കാർ ഉച്ചയ്ക്ക് ചോദിച്ചതിൽ ഒരു ക്ലാരിറ്റി വരുത്തിക്കൊണ്ട് നമുക്ക് ഇതിലേക്ക് പോവാം. വൺ തിങ്, നമുക്ക് ChatGPT എന്ന് പറയുന്ന ഒരു AI ടൂൾ നമ്മൾ യൂസ് ചെയ്തു, ലാർജ് ലാംഗ്വേജ് മോഡലിനെ കുറിച്ച് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ കമ്പനി ഇല്ലെങ്കിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകളിലേക്ക് ഒരു പക്ഷേ ഈ AI ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഓൾറെഡി അവൈലബിൾ ആണ്. ഇവരുടെ APIs നമുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ആപ്ലിക്കേഷൻസിലേക്കും ഇന്റഗ്രേറ്റ് ചെയ്ത് യൂസ് ചെയ്യാം. ആൻഡ് ഈ കാണുന്ന സ്ലൈഡ്സ് ഇല്ലെങ്കിൽ നമ്മൾ ഈ പ്രസന്റേഷൻസ് ഉണ്ടാക്കുക, ഇതുപോലുള്ള എല്ലാ ടൂൾസും ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ശരിക്കും ബാക്ക് എൻഡിൽ റൺ ചെയ്യുന്നത് ഒന്നുകിൽ ChatGPT ഇല്ലെങ്കിൽ ഗൂഗിളിന്റെ ബാഡ് ഇത്തരത്തിലുള്ള സോഫ്റ്റ്വെയറുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു കണ്ടന്റ് ഇപ്പം ഇതിലേക്ക് വന്ന് ഒരു സ്ലൈഡ് ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു PPT ജനറേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് നമ്മൾക്ക് വേണ്ടുന്ന ടോപ്പിക്കുകൾ അടിച്ചു കൊടുത്തതിന് ശേഷം ജനറേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുമ്പോൾ നമുക്ക് അപ്പോഴേ വിത്തിൻ എ മിനിറ്റ് നമുക്ക് വേണ്ടുന്ന ഒരു PPT നമുക്ക് കിട്ടുന്നു. നമുക്ക് അതിലേക്ക് നമുക്ക് വേണ്ടുന്ന കസ്റ്റമൈസേഷൻസ് എല്ലാം തന്നെ കൊണ്ടുവരാൻ പറ്റും. അറ്റ് ദ സെയിം ടൈം എങ്ങനെയാണ് ഈ ഒരു ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ പ്രോംപ്റ്റ്. നമ്മൾ കൊടുക്കുന്ന ടോപ്പിക്കിനെ അവരൊരു പ്രോംപ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് ChatGPTക്ക് കൊടുക്കുന്നു, അവിടുന്ന് അവരൊരു ഇൻപുട്ട് എടുക്കുന്നു. ആൻഡ് ഇതേ ടോപ്പിക്കിനെ തന്നെ സിമിലർ ഇമേജസ് അടുത്തൊരു ആപ്ലിക്കേഷനിലേക്ക് കൊടുക്കുന്നു, അതെടുക്കുന്നു, നമുക്ക് കൺസോൾട്ടേറ്റ് ചെയ്ത് തരുന്നു. ഈ ഒരു ഓപ്ഷൻ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞതെന്ന് വെച്ചാൽ നിങ്ങൾ എപ്പോഴും പെയ്ഡ് ടൂൾസ് യൂസ് ചെയ്യണമെന്നില്ല. ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്നത് ഇത്തരത്തിലുള്ള ആപ്ലിക്കേഷൻസ് തന്നെയാണ്. അവിടെ ഈ ഒരു ആപ്ലിക്കേഷനും നമ്മൾ ChatGPTയിൽ ട്രൈ ചെയ്യുന്നതിനും തമ്മിലുള്ള ഡിഫറൻസ്, ഇവര് പ്രോംപ്റ്റ് വളരെയധികം ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇന്ന ടോപ്പിക് ആണെങ്കിൽ ദീസ് ആർ ദ തിങ്സ്, ഏകദേശം ബിസിനസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 17 സ്ലൈഡ് വരെ ആകാം. അപ്പൊ ആ സ്ലൈഡിൽ വരേണ്ട മാക്സിമം വേർഡ്സ് ഇത്രയാണ്, സോ ആൻഡ് സോ എന്ന് പറഞ്ഞ് ഓരോന്നും കസ്റ്റമൈസ് ചെയ്തതിന്റെ ഒരു ഔട്ട്പുട്ടാണ് നമ്മളിവിടെ കാണുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് വരാമെന്നുണ്ടെങ്കിൽ app.artoslide.ai ആൻഡ് ഈ പറയുന്ന ടൂൾസ് എല്ലാം തന്നെ എല്ലാവർക്കും മെയിൽ ചെയ്ത് തരും. ആൻഡ് ഇതിന്റെ ഒരു ഫോളോ അപ്പ് സെക്ഷൻ എന്ന രീതിയിൽ, കാരണം ഇവിടെ ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് ഈ ഒരു കമ്മ്യൂണിറ്റിയെ നമുക്ക് ഒരിക്കലും സാറ്റിസ്ഫൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം നമ്മൾ ബേസിക് ആയിട്ടുള്ള കുറച്ചധികം ടോപ്പിക്കുകൾ മാത്രമാണ് സംസാരിച്ചത്. ആൻഡ് ഇവിടെ വന്നിട്ടുള്ള ഓരോരുത്തർക്ക് അവരുടേതായ കസ്റ്റം നീഡ്സ് ഉണ്ടാവും. എനിക്ക് വേണ്ടുന്നത് ഇത്. അപ്പോൾ അത്തരത്തിലുള്ള ടോപ്പിക്സ് നമുക്ക് ഈ വർക്ക്ഷോപ്പിന് ശേഷം ഒരു ഗ്രൂപ്പ് വല്ലതും ഉണ്ടാക്കിയതിന് ശേഷം വാട്സാപ്പ് ഓർ സംതിങ്, അതിനുശേഷം അതിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോൾ ഞങ്ങൾക്കറിയുന്ന AI ടൂൾസ് ആണെങ്കിൽ നമുക്ക് അത് പറഞ്ഞു തരാം, ഇല്ലാന്നുണ്ടെങ്കിൽ റെഫർ ചെയ്ത് തന്നെ നിങ്ങൾക്ക് തരാം. അതിൽ എനിക്കൊരു കാര്യം ഗ്യാരണ്ടി ചെയ്യാൻ പറ്റുന്നത് എല്ലാ പർപ്പസിനും ഇന്ന് AI ടൂൾസ് അവൈലബിൾ ആണ്. പെയ്ഡ് അല്ലാന്നുണ്ടെങ്കിൽ ഫ്രീ. ഒരു 90% ഓഫ് തിങ്സ് തന്നെ ഫ്രീ ടൂൾസിൽ കവർ ചെയ്യുന്നുണ്ട്. വാട്ട് എവർ ഇറ്റ് ഈസ് നമുക്ക് ആ ഒരു ഇതിലേക്ക് വരുമ്പോഴേക്കും നോക്കാം. എനിവേ സ്ലൈഡ്സിലേക്ക് മൂവ് ചെയ്യാം. അതിൽ ലോഗിൻ ചെയ്ത് വന്നിട്ട് പ്രസന്റേഷനിലേക്ക് വരുമ്പോൾ നമുക്ക് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ട്രയലിന് വേണ്ടി അതിൽ 1000 വേർഡ്സ് വരെയാണ് അവർ സജസ്റ്റ് ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് ഷോർട്ടായിട്ട് എന്താണ് വേണ്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രസന്റേഷന്റെ ഒരു ടോപ്പിക്ക് കൊടുത്തു കഴിഞ്ഞിട്ട് ജസ്റ്റ് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോവാം. ജസ്റ്റ് ടോപ്പിക്സ് അടിക്കുക, വെച്ചാൽ ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റിൽ എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കുക. വെച്ചാൽ ഇഫ് യു ആർ ഗിവിംഗ് ദ കണ്ടന്റ് വെരി ഷോർട്ട്, ദെൻ യു വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദാറ്റ്. ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു AI വർക്ക്ഷോപ്പിനെ കുറിച്ച് തന്നെ നിങ്ങൾക്ക് ടോപ്പിക്ക് നോക്കാം. ഇഫ് യു ആർ ടേക്കിംഗ് ആൻ AI വർക്ക്ഷോപ്പ്, വാട്ട് വിൽ ബി ദ സ്ലൈഡ് ലൈക്ക്. അപ്പം ഐ നീഡ് ടു ജനറേറ്റ് ടേക്ക് ആൻ AI വർക്ക്ഷോപ്പ് ഓൺ ദ ടോപ്പിക്സ്.
ബേസ്ഡ് ഓൺ തിങ്സ് ഓർ നിങ്ങൾക്ക് വേണ്ടുന്ന ജനറലി വരുന്ന അല്ലെങ്കിൽ ഒരു ക്ലയൻറ്റിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യേണ്ട എന്ത് ടോപ്പിക്കാണ് എന്തുമാത്രം മാക്സിമം ഡീറ്റെയിൽസ് നിങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നോ അത്രമാത്രം ബെറ്റർ ആയിട്ട് ഔട്ട്പുട്ട് ജനറേറ്റ് ആവും. Yeah, right. It's a marketing presentation. Okay. Or you are making a presentation about a destination. Okay. അപ്പോൾ ഓക്കെ ട്രിവാൻഡ്രത്തെ കുറിച്ചുള്ള ഒരു മാർക്കറ്റിംഗ് ഇതാണ് ചെയ്യണമെങ്കിൽ ഓക്കെ ഐ വോണ്ട് ഇൻക്ലൂഡ് സം മ്യൂസിയം അത് തന്നെ ഓട്ടോമാറ്റിക് ആ പിക്ചേഴ്സ് അത് പിക്കപ്പ് ചെയ്യും. കുറേയൊക്കെ ഗ്യാദർ ചെയ്യുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി. ഷോർട്ട് ഡിസ്ക്രിപ്ഷൻസ് എല്ലാം ജനറേറ്റ് ചെയ്ത് മാച്ചിങ് ആയിട്ട് അവരുടെ കയ്യിലുള്ള കുറേ അധികം ഇമേജസ് നമുക്ക് ഓൾറെഡി സജസ്റ്റ് ചെയ്ത് തരും. ആൻഡ് ഇഫ് യു നീഡ് ടു ചേഞ്ച് ഇറ്റ് വി ക്യാൻ ചേഞ്ച് ലൈക്ക് ദാറ്റ്. ഓക്കെ ഇൻപുട്സ് ഇപ്പോൾ ഈ പ്രസൻറ്റേഷൻ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞതിൽ ഓക്കെ യു സെറ്റ് തൗസൻഡ്സ് ഓഫ് വേർഡ്സ് നമുക്ക് ഉപയോഗിക്കാമെന്ന്. ഓക്കെ അപ്പോൾ തൗസൻഡ്സ് ഓഫ് വേർഡ്സ് എന്ന് പറയുമ്പോൾ ഞാൻ ഐ വോണ്ട് ടു ഗിവ് എ പ്രസൻറ്റേഷൻ ഓൺ actually you want to describe that what you need. Just for example, just I am going to organize something like that in Trivandrum, so you are presenting about the tourism opportunities in Trivandrum, and in that what you need you can exactly specify those things. അപ്പോൾ അതിന് it will become a presentation. Yeah, you will get it as a presentation on Trivandrum tourism, package on how to promoting tourism opportunities in Trivandrum എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ you will have all the you will get some suggestions and all the topics AI ബേസ് ചെയ്തിട്ടുള്ള സജഷൻസിനെ ബേസ് ചെയ്ത് you will get the topics. ആൻഡ് ഈ ഒരു തിങ്ങിലേക്ക് നിങ്ങൾക്ക് പ്രസൻറ്റേഷൻ്റെ ടോപ്പിക്സ് ആണെങ്കിൽ ഇതും നമുക്ക് ChatGPT-യിൽ നിന്നോ ബാഡിൽ നിന്നോ നിങ്ങൾക്ക് ജനറേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. എന്ന് വെച്ചാൽ ഇഫ് യു നീഡ് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ അറൌണ്ട് 1000 വേർഡ്സ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ അപ്പോഴേ ChatGPT ഇല്ലെങ്കിൽ ബാഡിൽ വരുന്നു ഐ നീഡ് ഡിസ്ക്രിപ്ഷൻ അബൌട്ട് ദിസ് തിങ്. ഫോർ എക്സാമ്പിൾ വി ആർ പ്ലാനിങ് ടൂറിസം ഓപ്പർച്യൂണിറ്റീസ് ഇൻ Trivandrum. You are just going to take a presentation on that thing. Then you can go to ChatGPT and say that you are the good tourist operator in Trivandrum and we are going to take it to something like that. And just to describe me, how can I am going to make a presentation. So just describe me in 1000 words. So you will get a 1000 word description and you can use that description here. Any confusion? ആൻഡ് പലരും പല സ്റ്റേജിലായിട്ട് വർക്ക് ചെയ്യുന്നത് കൊണ്ടാണ് വൺ മോർ ടൂൾ കൂടി ഇൻട്രൊഡ്യൂസ് ചെയ്യാം. web.sensteps.com. കാരണം പലരും ഓൾറെഡി മറ്റേ ടൂൾ എക്സ്പെരിമെൻറ്റ് ചെയ്തിട്ടുണ്ട്, കുറച്ച് പേര് എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ദിസ് ഈസ് ഓൾസോ എ പ്രസൻറ്റേഷൻ മേക്കിംഗ് ടൂൾ. അപ്പോൾ നമ്മൾ ഓൾറെഡി പ്രൊവൈഡ് ചെയ്യാമെന്ന് പറഞ്ഞത് ഇതുപോലൊരു ലിസ്റ്റ് ആയിരിക്കും, ബെസ്റ്റ് ടൂൾസ് ഫോർ AI പ്രസൻറ്റേഷൻസിനെ ബേസ് ചെയ്ത്. Then you can just click those things and get into that software. Like that you can just log into those things. ഇവിടെ നമ്മൾ 1-2 ടോപ്പിക്സ് മാത്രം ഷോക്കേസ് ചെയ്യുന്നേ ഉള്ളൂ. സെൻസ്റ്റെപ്പിലേക്ക് വന്നു കഴിഞ്ഞാലും നമുക്ക് അവിടെ പ്രസൻറ്റേഷൻ ക്രിയേറ്റ് ചെയ്യാം. ആൻഡ് അതിൽ കുറച്ചധികം സ്റ്റെപ്സിലേക്ക് ചേഞ്ചസ് ഉണ്ട്, വേണമെങ്കിൽ ഒന്ന് നോക്കാം.
ആഡ് സ്ലൈഡ് എന്ന് പറയുന്ന ഓപ്ഷനിലേക്ക് AI കണ്ടന്റ് ക്രിയേറ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെയാണ് നമുക്ക് ടോപ്പിക്സ് കൊടുക്കേണ്ടത്. And AI will generate all the topics for it. ഓൾറെഡി വളരെ ഷോർട്ടായിട്ട് കൊടുത്തിരിക്കുന്ന ഇതിനെ ബേസ് ചെയ്ത് ജനറേറ്റ് ആവുന്നതാണ്. Add to my presentation. ആർക്കെങ്കിലും എന്തെങ്കിലും കൺഫ്യൂഷൻസ് വരുന്നുണ്ടെങ്കിൽ ജസ്റ്റ് റൈസ് ചെയ്താൽ മതിയാവും ഹാൻഡ്. ടെംപ്ലേറ്റ് യൂസ് ചെയ്യാം. വർക്ക് ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓണായിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പം അവരുടെ ഏതെങ്കിലും ഒരു